ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയ റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഹമീൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചിക്കൻ്റെ 2 ലെഗ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിനൊന്ന് അടിച്ച് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് അടിച്ച് പരത്തൂലേ, അതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് മസാല ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനും വേണ്ടിയിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് മസാല ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക കേട്ടോ. ചിക്കന് നമ്മൾ വരയിട്ടില്ല, ആ ഭാഗത്തേക്ക് അതിൻ്റെ അകത്തേക്കൊക്കെ നല്ലപോലെ മസാല തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 1/2 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എത്രത്തോളം ടൈം വെക്കണോ അത്രത്തോളം ചിക്കനിലേക്ക് മസാല പിടിച്ചിട്ട് ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യുക. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു കൂട്ടും കൂടെ റെഡിയാക്കി എടുക്കാണ്ട്. ഇതിനായിട്ട് ഇപ്പം ഞാൻ മിക്സിയിലേക്ക് ഒരു പച്ചമുളക്, ഒരു 7-8ഓളം വറ്റൽ മുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു 5-6 ചെറിയ ഉള്ളി, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ ഇതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, കൂടുതലായിട്ട് അങ്ങോട്ട് അരഞ്ഞു പോവരുത്. ഇപ്പം ദാ നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി മാറ്റി വെക്കാം. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇതുപോലുള്ളൊരു ഗ്രില്ലറിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഗ്രില്ലറൊക്കെ ആണെങ്കിൽ എണ്ണ വളരെ കുറച്ചു മതി. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അകവും പുറവും ഒക്കെ ഒരുപോലെ ഫ്രൈ ആവണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ സമയമെടുത്ത് കുക്ക് ചെയ്യണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് സാവധാനം അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു പാൻ എടുക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, ആ കൂട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് 2 സൈഡും ഒന്ന് ഈ കൂട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ഇതുപോലെ ബാക്കിയുള്ള മറ്റേ പീസിനെയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി. വളരെ ടേസ്റ്റി ആയൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഹമീൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം കേട്ടോ.